അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ ഒരു യാത്രയാണ്. എപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് മുഴുവനും ഇമാമത്തായി നിന്ന് നിസ്കരിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ വലിയ ഒരു അത്ഭുതമായിരുന്നു, വലിയ ഒരു അനുഗ്രഹമായിരുന്നു ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു യാത്രയുണ്ടല്ലോ. ആ യാത്രയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പോലും അവിടെ നിന്ന് വിശദീകരിക്കുമ്പോൾ പ്രവാചകൻ അല്ലാഹു കൊടുത്ത വലിയൊരു അനുഗ്രഹമായിരുന്നു ആ യാത്ര. ധാരാളം മൈലുകൾ, ഒരുപാട് ദൂരങ്ങൾ അവിടെ നിന്ന് താണ്ടി പോകേണ്ടിടത്തേക്ക് പടച്ചവനെ കുറഞ്ഞ സമയം കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകണമെങ്കിൽ തന്നെ എത്രയോ മൈലുകൾ അപ്പുറമാണ്. എത്രയോ യാത്ര ചെയ്താൽ തീരാത്ത അത്രയും വലിയ ദൂരമുള്ള സ്ഥലമാണ് മക്കയും ഫലസ്തീനും ബൈത്തുൽ മുഖദ്ദസും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അത്രയും ദൂരം അല്ലാഹു പെട്ടെന്ന് അവിടെ നിന്ന് യാത്ര ചെയ്യിപ്പിക്കുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് യാത്രയിലേക്ക് കടന്നുപോയി. ഒരു അത്ഭുതകരമായ യാത്രയാണ് അവിടെ നിന്ന് താൻ നടന്നിരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ഏഴാകാശം കടന്ന് പടച്ചുറപ്പിന്റെ സന്നിധാനത്തിലേക്ക് അവിടെ നിന്ന് കടന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയിട്ട് വന്നിട്ട് രാത്രി കടന്നുറങ്ങിയ പ്രവാചകന് രാവിലെ സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് പറയുകയാ, ഞാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ഏഴാകാശം കടന്ന് പടച്ചുറപ്പിന്റെ സന്നിധാനത്തിലേക്ക് കടന്നുപോയെന്ന ലോകത്തിന്റെ നേതാവ് അതാ ഖുറൈശികളായ തന്റെ നാട്ടുകാരോട്, തന്റെ സഹാബത്തിനോട്, അവിടുള്ളവരോട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുമ്പോ അവര് കളിയാക്കുകയാണ്, അവർ പരിഹസിക്കുകയാണ്, മുഹമ്മദിന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് എത്രയും സ്ഥലം പോയിട്ട് മുഹമ്മദ് വന്നെന്ന് പറയുകയാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ അവിടെന്ന് കളിയാക്കുകയാണ്. പലരും അവിടെന്ന് പരിഹസിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ തങ്ങളുടെ മുന്നിൽ ആരോ വന്നിട്ട് പറയുന്ന, അബൂബക്കർ, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഉണ്ടല്ലോ, മുഹമ്മദ് ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ അടുക്കൽ പോയെന്ന് പറയുകയാ എന്ന് പറഞ്ഞു എന്ന് കളിയാക്കുന്ന രീതിയിൽ ആരോ ഉമർ അതാ അബൂബക്കർ തങ്ങളോട് പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അബൂബക്കർ വിശ്വസിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ കള്ളം പറയാറില്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി അബൂബക്കർ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അവ്വലു മൻ ആമന ബി അബൂബക്കർ അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ. അബൂബക്കർ തങ്ങളെ കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉത്തരം മുട്ടിക്കുവാൻ ശത്രുക്കൾ ശ്രമിച്ചപ്പോഴല്ല അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു സഹായം അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്ക്. എവിടെയെല്ലാം അല്ലാഹുവിന്റെ പ്രവാചകനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെതിരെ തിരിഞ്ഞു വരുമ്പോ എല്ലാ സ്ഥലങ്ങളിലും ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സഹായം കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹു അവിടെ
അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ശത്രുക്കളാൽ അപമാനിക്കപ്പെടുന്നതിൽ നിന്നും അല്ലാഹുവിന്റെ റസൂലിനെ പ്രത്യേകം അല്ലാഹു സംരക്ഷിക്കുകയാണ്. അവിടുന്ന് പടച്ചവനൊരു കാവല് കൊടുക്കുകയാണ്. അവിടുന്ന് ഒരു സംരക്ഷണം നൽകുകയാണ്. ഇസ്രാഉം മിഅ്റാജും യാത്ര കഴിഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞ ഒരു ചരിത്രം കാണാം. ഇസ്രാഉം മിഅ്റാജും കഴിഞ്ഞ് പ്രവാചകന് കടന്നു വന്നിട്ട് ആ സമയത്ത് ഇങ്ങനെ പറയുമ്പോ ഉണ്ടായ ഒരു സംഭവം അതാ ചരിത്രത്തിൽ കാണാം. അന്നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് റഅയ്തുനി ഫീ ഹിജ്രി വഖുറൈശാ തസ്അലുനി അൻ മസ്റാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തീർച്ചയായും ഞാൻ എൻ്റെ ഹിജ്റിൽ കാണുകയുണ്ടായി ഖുറൈശികൾ എൻ്റെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുറൈശികൾ എൻ്റെ യാത്രയെപ്പറ്റി എന്നോട് ചോദിക്കുന്നുമുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, പ്രവാചകൻ അവിടുന്ന് കാണുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രി നടന്ന സംഭവങ്ങളുണ്ടല്ലോ, അവിടുന്ന് സ്വഹാബത്തിനോട് തന്റെ അനുയായികളോട് ഖുറൈശികളോട് പറയുമ്പോ അവര് പരിഹസിക്കുകയും അവര് കളിയാക്കുകയും ചെയ്യും. പ്രവാചകൻ ഇതെല്ലാം അല്ലാഹു കാണിച്ചു കൊടുത്തിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലായ യാത്രയിൽ നടന്ന സംഭവങ്ങൾ മുഴുവനും റസൂലുള്ളാഹി തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്രയുടെ ശേഷം കഅബയുടെ പരിസരത്ത് ഇരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്ക് സംഭവം ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. യാത്രയുടെ വിവരണങ്ങൾ ഖുറൈശികളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എങ്ങനെയാണ് അല്ലാഹു സഹായിച്ചതെന്നറിയുമോ? എല്ലാവരും പ്രവാചകനോട് ബൈത്തുൽ മുഖദ്ദസ് കണ്ടിട്ടുള്ളവര്, അവിടെ പോയിട്ടുള്ളവര് പലരുമുണ്ട്. അവര് പ്രവാചകനോട് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞാൻ കടന്നു ചെന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദ്യം പറഞ്ഞു കൊടുക്കുമ്പോ അവിടുന്ന് ശത്രുക്കളെ കളിയാക്കാൻ അവസരം കൊടുക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് പ്രവാചകൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ, ഒരു ഫോട്ടോയ്ക്കകത്ത് കാണുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ കണ്ടുകൊണ്ട് വിവരിച്ചു കൊടുക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കണ്ട കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ സഹായം ഉണ്ടായത് അങ്ങനെയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റിട്ട് പറയാ, ഇന്നലെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടെ നിന്ന് ഞാൻ 7 ആകാശവും കടന്ന് അല്ലാഹുവിൻ്റെ അടുക്കൽ പോയി, സ്വർഗം കണ്ടു, നരകം കണ്ടു. ഇതൊക്കെ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ വിശ്വസിക്കും, മറ്റുള്ളവർ വിശ്വസിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുറൈശികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കുവാനും പരിഹസിക്കുവാനുള്ളൊരു അവസരം കിട്ടി. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിച്ചില്ല, പടച്ച റബ്ബിന്റെ സഹായം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം വന്നു. ബൈത്തുൽ മുഖദ്ദസ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നബി പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇന്നതിരിപ്പുണ്ട്, ഇങ്ങനെ ലൈവായിട്ട് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തു. അവരുടെ സംശയങ്ങൾ, അവർക്ക് കളിയാക്കുവാനുള്ളൊരു അവസരം അല്ലാഹു കൊടുത്തില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയ വിവരം ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് കണ്ടവർ മാത്രം ഉത്തരം പറയാൻ കഴിയുന്ന ചിലങ്ങൾ, ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടുള്ളവർക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. കണ്ടവർക്കല്ലേ പറയാൻ പറ്റൂ. എൻ്റെ പൊന്നാര ചങ്ങാതി, കഅബയിൽ പോയ മനുഷ്യനല്ലേ, കഅബാലയത്തിൽ പോയിട്ടുള്ള മനുഷ്യനല്ലേ. മഖാമ് ഇബ്രാഹിം എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഫോട്ടോയിൽ കണ്ടിട്ടുള്ളവൻ അറിയോ?
അറിയോ? അവിടെ പോയിട്ട് എന്താണ് ഹിജ്റി ഇസ്മായിൽ, എവിടെയാണ് സഫ എന്താ, മർവ എന്താ, മുസ്തലിഫ എന്താ, അറഫ എന്താ, സഅയ് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണ അറിയണമെങ്കിൽ പോയവനല്ലേ അറിയൂ. അപ്പൊ അങ്ങനെയുള്ള ചില ആൾക്കാർ ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഇന്ന സ്ഥലങ്ങളിൽ ഇന്നെന്തൊക്കെയുണ്ട്. കാരണം അള്ളാഹു ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കണ്ടുകൊണ്ടാ പ്രവാചകൻ പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ജനങ്ങൾക്കിടയിൽ അപമാനിക്കുന്നവനാകാനും നിന്ദിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഒരു സഹായം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നബിക്ക് ഉത്തരം പറയാൻ വിഷമമുണ്ടായിരുന്നു എന്നാണ് അവിടുന്ന് തന്നെ അവർ വിചാരിക്കുന്നത്. ഒരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ആ ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുവന്ന് എല്ലാ വശങ്ങളും എല്ലാ ഭാഗങ്ങളും റസൂലുള്ളാഹി തങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുമാ അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ لما كذبني قريش قمت في خجلي فجل الله لي بيت المقدس. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാ. അല്ലാഹുവിന്റെ റസൂൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖുറൈശികൾ എന്നെ കളവാക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ യഥാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു പോയെന്നും ആ ഇസ്രാഉം മിഅ്റാജും നടത്തിയ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞപ്പോ ഖുറൈശികൾ അവിടെന്ന് കളിയാക്കുകയാണ്. മുഹമ്മദ് പറയുന്നത് കള്ളമാണ് എന്നവര് പറഞ്ഞ് കളിയാക്കുമ്പോ അല്ലാഹു ബൈത്തുൽ മുഖദ്ദസ് എനിക്ക് വെളിവാക്കി തന്നു സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ജാബിർ ഇബ്നു അബ്ദുല്ലാ തങ്ങൾ പറയുന്ന റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെന്നെ കളവാക്കിയപ്പോ, അവരെന്നെ പരിഹസിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദസ് എനിക്ക് വെളിവാക്കി തന്നു. ഞാൻ അതിലേക്ക് നോക്കിക്കൊണ്ട് അവിടെയുള്ള ഓരോ അടയാളങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. സ്വഹാബാ, ബൈത്തുൽ മുഖദ്ദസിലെ ഓരോ അടയാളങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് പറയുകയാണ്, അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ശത്രുക്കളുടെ മുന്നിൽ ആ ബൈത്തുൽ മുഖദ്ദസിൽ കണ്ട അടയാളങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കി അവർക്ക് അവിടുന്ന് മറുപടി കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, അതുപോലെ ആ യാത്രയിൽ നബി ഒരു സംഘം പ്രവാചകന്മാരെ കാണുകയുണ്ടായി. നബിയുടെ മുഅ്ജിസത്ത് പഠിച്ചോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രി ഒരുപാട് പ്രവാചകന്മാരെ അവിടെന്ന് കാണുകയാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനെ അവിടെന്ന് നമസ്കരിക്കുകയായിരുന്നു, അവിടെന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസാ നബി അവിടെന്ന് കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അതുമാത്രമല്ല, മൂസാ നബിയുടെ ശരീരത്തിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, മൂസാ നബിയുടെ അടയാളങ്ങൾ പോലും ശരീരത്തിന്റെ പ്രകൃതം എങ്ങനെയാണ് അവിടെന്ന് സ്വഹാബത്ത് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് വിവരിച്ചു കൊടുക്കുകയാ. മൂസാ നബിയുടെ ശാരീരികമായ അവസ്ഥകൾ വളരെ നബി അവിടെന്ന് സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്തു. ചുരുണ്ട മുടിയുള്ള പ്രവാചകനാ മൂസാ നബിയുടെ ചുരുണ്ട മുടിയാണ്. പടച്ചവനെ സാനോകാരിലെ പോലെ ഒരാളെ പോലെയാണ് മൂസാ നബി ഇരിക്കുന്നതെന്ന് പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുകയാ. അതുമാത്രമല്ല, ഈസാ നബിയെയും അവസാനത്തില് ഈസാ നബി അലൈഹിസ്സലാമിനെ കാണുന്ന അവസരത്തില് ഈസാ നബിയുടെയും അടയാളങ്ങൾ അവിടെന്ന് പറയുകയാണ്. ഈസാ നബിയും അവിടെന്ന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഈസാ നബി ആരെ പോലെയായിരിക്കുന്നതെന്നറിയുമോ? ഈസാ നബിയുടെ ഒരു ഈസാ നബിയുടെ രൂപത്തിന്റെ സാദൃശ്യമുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഉർവ റളിയല്ലാഹു തആല അൻഹു
ഉർവ റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയുടെ ചരിത്രം കണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിന്റെ പ്രകൃതം പോലെയാണ് ഈസാ നബി ഇരിക്കുന്നതെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാ. എന്നിട്ടോ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നെ പോലെയാണ് സഹാബ. അവിടുന്ന് പ്രവാചകൻ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടോ പിന്നീട് നമസ്കാര സമയമായപ്പോ പ്രവാചകൻ അതാ എല്ലാ പ്രവാചകന്മാരെയും കാണുകയാണ്. അവസാനം നമസ്കാരത്തിന്റെ സമയമായപ്പോ എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടത്തേക്ക് ലഭിച്ച ഒരു സ്ഥാനമാണ്. സർവ്വ പ്രവാചകന്മാർക്കും ലോകത്ത് കടന്നു വന്ന ആദം നബി മുതലുള്ള ഈസാ നബി വരെയുള്ള സർവ്വ പ്രവാചകന്മാർക്ക് ഇമാമത്തായി നിന്ന് നിസ്കരിച്ച ഏക ഒരു നബിയേ ഉള്ളൂ. അതാരെന്നറിയുമോ? അതാദൻ നബിയല്ല, നൂഹ് നബിയല്ല, ഇബ്രാഹിം നബിയല്ല, മൂസാ നബിയല്ല, ദാവൂദ് നബിയല്ല, സുലൈമാൻ നബിയല്ല, യാക്കൂബ് നബിയല്ല, യൂസുഫ് നബിയല്ല, അയ്യൂബ് നബിയല്ല, ഈസാ നബിയല്ല. പിന്നെ ഏത് നബിയെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും കരളിന്റെ കസമായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആ പ്രവാചകനാണ് ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാർക്കും ഇമാമത്തായി നിന്ന് നിസ്കരിച്ചത്. ആ പ്രവാചകനെ പരിഹസിക്കുവാൻ, ആ പ്രവാചകനെ കളിയാക്കുവാൻ, ആ പ്രവാചകനെ നിസ്സാരനാക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അല്ലാഹുവിന്റെ സഹായം കടന്നു വരുമായിരുന്നു, അല്ലാഹുവിന്റെ സംരക്ഷണം കടന്നു വരുമായിരുന്നു. അതിന് തെളിവായിട്ടാണ് പ്രവാചകൻ പറയുന്നത്. അതാ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് കിടക്കുന്ന ബൈത്തുൽ മുഖദ്ദസില് ഒറ്റ രാത്രി കൊണ്ട് ഞാൻ പോയി കണ്ടു എന്ന് പറയുമ്പോ കളിയാക്കിയവരുടെ മുന്നില്, പോയി കണ്ടിട്ടുള്ളവരുടെ മുന്നില്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് അല്ലാഹു ബൈത്തുൽ മുഖദ്ദസ് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാ. ഓരോ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മുത്തുനബി അവിടെ ഓരോ അടയാളങ്ങളും പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ സഹായമായിരുന്നു, അല്ലാഹുവിന്റെ സഹായമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്താ. ഇനി മുത്തുനബിയുടെ രണ്ടാമത്തെ മുഅ്ജിസത്ത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ആകാശത്ത് കാണുന്ന രണ്ടാമത്തെ ഒരു മുഅ്ജിസത്ത്, നമ്മൾ ആകാശത്ത് കാണുന്ന ചന്ദ്രനുണ്ടല്ലോ, ആ ചന്ദ്രനെ അല്ലാഹുവിന്റെ റസൂല് പിളർത്തി കൊടുത്തു എന്ന് നബിയിനാ റസൂലുള്ളാഹി നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനെ പിളർത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ചരിത്രം പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് നടന്ന ഒരു അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു ഇത്. ചരിത്രം പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുക്കളുടെ മുന്നിൽ അപമാനിതനാകാതിരിക്കാൻ അള്ളാഹു പല സന്ദർഭങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു സഹായിച്ച, അതാണ് ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട സമയം അള്ളാഹു ബൈത്തുൽ മുഖദ്ദസ് കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടയാളങ്ങൾ പറയിപ്പിച്ചു മുത്തുനബിയെ കൊണ്ട്. അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായതായി നമുക്ക് കാണാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല ഇൻശഖൽ ഖമറു അലാ അഹദി റസൂലില്ലാഹ് ശിഖതൈൻ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ചന്ദ്രൻ രണ്ട് കഷ്ണങ്ങളായി പിളരുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുത്തെ ചന്ദ്രൻ രണ്ട് കഷ്ണങ്ങളായി പിളരുകയുണ്ടായി.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ സാക്ഷിയാ. ചന്ദ്രൻ ഇങ്ങനെ പിളർത്തിയിട്ട് പറഞ്ഞു, കണ്ടോ നിങ്ങൾ എല്ലാവരും സാക്ഷിയാ. ഇമാം ബുഖാരി തങ്ങൾ ഈ ഹദീസ് അള്ളാഹു നമുക്ക് നിവേദനം ചെയ്യുന്നു. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടായി പിളർന്ന ചന്ദ്രന്റെ ഒരു ഭാഗം ഒരു പർവ്വതത്തിന് മുകളിലും മറ്റൊരു ഭാഗം വേറെ ഒന്നിന്റെ മുകളിലും കാണുകയുണ്ടായി. സഹാബത്ത് പറയുകയാ, രണ്ട് കഷ്ടങ്ങളാക്കി, ഒന്നൊരു മലയുടെ മുകളിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിൽ, രണ്ടാമത്തത് അടുത്ത പർവ്വതത്തിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കാണിച്ചു കൊടുത്തു. വേറെ ചിലർ നിവേദനം ചെയ്യുന്നത് കാണാം, മുകളിലേക്ക് നോക്കുമ്പോൾ ഒരേ ഭാഗവും ഒരേ പർവ്വതത്തിന്റെ നേരെ മുകൾ തന്നെ, ഒന്ന് താഴെയും ഒന്ന് മുകളിലുമായി കാണിച്ചു എന്ന് സഹാബത്ത് പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ചന്ദ്രൻ പിളരുകയോ എന്ന് ചോദിച്ചവരുണ്ട്. ഇപ്പൊ പറയുമ്പോ തന്നെ നമുക്കൊരു അത്ഭുതം, ഇതൊക്കെ വെറുതെ ഇല്ലടാ, എന്നാ ബെടായി ചങ്ങാതി വിടുന്നേന്നില്ലേ. അന്നത്തെ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ ഈ സംഭവത്തെ കളിയാക്കുകയും നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന പലരും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ സംഭവത്തെ സാക്ഷി വഹിച്ച പലരുമുണ്ട്. രണ്ട് കക്ഷികളായുണ്ടായ ഒരു വിഭാഗം കണ്ടവരുമുണ്ട്, കാണാത്തവരുമുണ്ട്. അങ്ങനെ രണ്ട് വിഭാഗമായി ചരിത്രം അവിടെ നിന്ന് പറയുന്നു. വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരും, അതിൽ യാതൊരു അവ്യക്തതയും ഇല്ല എന്ന് പറയുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? അതാ വിശ്വസിക്കുന്ന ഒരു വിഭാഗം, വിശ്വസിക്കാത്ത ഒരു വിഭാഗം, സത്യനിഷേധികൾ, അതുപോലെ കളവാക്കുകയും തള്ളിക്കളയുകയും ചെയ്തവർ, അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ വയറൗ ആയതൻ യുരിദൂ വയഖൂലു സിഹ്റും മുസ്തമിർ വകദ്ദബൂ വത്തബഉ അഹ്വാഅഹും വകുല്ലു അംറിൻ മുസ്തഖിർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ സമയം അടുത്തിരിക്കുന്നു, അന്ത്യനാളിന്റെ സമയം അടുത്തപ്പോ ചന്ദ്രന് പിളരുകയും ചെയ്യും. ഏതൊരു ദൃഷ്ടാന്തം അവർ കാണുകയാണെങ്കിലും അവർ പിന്തിരിഞ്ഞു കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇനി എന്തൊക്കെ കാണിച്ചു കൊടുത്താൽ, എന്തൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, പിന്തിരിഞ്ഞു കളയുന്ന ഒരു സമയമുണ്ടല്ലോ. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പഠിച്ചതാണ് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലിരുന്ന വടിയെ കുറിച്ച്. ആ ഒരു വടിയാണല്ലോ ഫിറഔനിനെ പേടിപ്പിച്ച് കളഞ്ഞത്, ഫിറഔനിന്റെ അനുയായികളെ തകർത്ത് കളഞ്ഞത്. ഇനി ആ വടി ലോകത്തേക്ക് തിരിച്ചു വരുമല്ലോ, ഇനി ആ വടി ഈ ലോകത്തേക്ക് തിരിച്ചു വരുമല്ലോ. അല്ലാഹുവേ, ഒരു മൃഗം ഇങ്ങനെ അതാ കയ്യിൽ പിടിച്ചുകൊണ്ട് അത് കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് അപ്പോഴും പറഞ്ഞു കൊടുക്കും, അല്ലാഹുവാരാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അപ്പോഴും ഇത്രയും വലിയ ഒരു ദൃഷ്ടാന്തം ഉണ്ടായിട്ട് പോലും അവർ പിന്തിരിഞ്ഞു പോകുന്ന ഒരു കാലമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്തായിരുന്നു അവിടുന്ന് ചന്ദ്രനെ പിളർത്തിച്ച് കാണിച്ചു കൊടുത്തത്, അവിടുന്ന് ചന്ദ്രനെ രണ്ട് കഷ്ടമാക്കി മാറ്റി കൊടുത്തത്. അത് കണ്ട സ്വഹാബികളെ നമുക്ക് പഠിപ്പിക്കുമ്പോ അത് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്തായിരുന്നു, അത് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്തായിരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രത്യേകത പറയട്ടെ, ഒരു മുഅ്ജിസത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആരാ പറയുന്നത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാനതു സ്വലാത്തുൽ അസ്രി ഫൽതുമിസൽ വുളൂ ഫലം യജിദു ഫൗതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവുളൂഇ ഫവളഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു ഫീ ദാലികൽ ലിനാ فأمر الناس أن يتوضأوا منه فرأيت الماء ينبع بتحت أصابعه. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അസർ നമസ്കാരത്തിന്റെ സമയമായപ്പോ, അസർ നമസ്കരിക്കാൻ സമയമായി, പ്രവാചകനും സ്വഹാബികളും നിൽക്കുകയാണ്. അസറിന്റെ സമയമായി, അല്ലാഹുവിന്റെ റസൂൽ കാണുകയുണ്ടായി. അസർ നമസ്കരിക്കാൻ സമയമായി.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയമെടുത്തു. അങ്ങനെ പ്രവാചകൻ അത് കാണുമ്പോൾ ജനങ്ങൾ മുഴുവനും വുളൂ ചെയ്യുവാനുള്ള വെള്ളം അന്വേഷിക്കാൻ തുടങ്ങി. നബിയുടെ ഒരു മുഅ്ജിസത്ത് കേട്ടോ. അസറിന്റെ സമയമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും സമയമായി എന്ന് മനസ്സിലായി. വുളുവെടുക്കണം, വെള്ളമില്ല, വെള്ളം തിരയാൻ തുടങ്ങി. സ്വഹാബികൾ മുഴുവനും നാനാഭാഗങ്ങളിൽ അവരെല്ലാവരും വെള്ളം അന്വേഷിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ നിന്ന് വെള്ളം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വുളൂഇനുള്ള പാത്രം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. ഒരൽപ്പം എന്താണ് വുളുവെടുക്കാനുള്ള പാത്രം കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാത്രം തൻ്റെ കൈവച്ചു. ആ പാത്രത്തിനകത്തേക്ക് പ്രവാചകൻ തൻ്റെ കൈവച്ചു. ജനങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, വാ, വുളുവെടുക്കാൻ വെള്ളമില്ല. എല്ലാവരും അസറിന്റെ സമയമായി. വെള്ളം തെരഞ്ഞു നടന്നിട്ട് കിട്ടാതെ വന്നപ്പോ ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അവിടെ നിന്നൊരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് പാത്രം കൊണ്ടുവന്നു വെച്ചു. റസൂലുള്ളാഹി തങ്ങൾ പാത്രത്തിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞു, വുളുവെടുക്ക് സഹാബ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വുളൂ ചെയ്യാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അങ്ങനെ അവരിൽ അവസാനത്തെ ആളും വുളൂ ചെയ്യുന്നത് വരെ പ്രവാചകൻ തൻ്റെ കൈയുടെ വിരലിങ്ങനെ വെച്ചു കൊടുത്തു. ആ കൈയുടെ വിരലിനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ വന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു. ആ കൈക്കകത്ത് നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ആ വിരലിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം വീണു. അവിടെ കൂടിയ സ്വഹാബികൾ മുഴുവനും ആ വെള്ളത്തിൽ വുളുവെടുത്തു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇവിടെ നിന്ന് പറയുന്നു, അവിടുത്തെ വിരലുകളുടെ താഴെ നിന്നും വെള്ളം പൊടിയുന്നത് ഞാൻ കണ്ടു. ഇതാരാ പറയണേ? അനസ് റളിയല്ലാഹു തആല അൻഹു. ഈ ഹദീസ് ഏത് കിതാബിലുണ്ട്? ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ അടുത്ത കിതാബ് ബുഖാരി, സഹീഹുൽ ബുഖാരി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാണ്. പ്രവാചകന്റെ കൈക്കകത്ത് കൈയുടെ വിരലിനടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരിക. മുത്തുനബിയുടെ കൈയുടെ വിരലിനടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരികയാ. അവിടെ അനസ് തങ്ങൾ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും ഒരു യാത്രയിലായിരുന്നു. 300-ലധികം സ്വഹാബികളുണ്ട്. മറ്റൊരു സ്വഹാബി പറയാ, അനസ് തങ്ങൾ പറഞ്ഞു, മറ്റൊരു സ്വഹാബി പറയുന്നു 300-ഓ അതിലധികമോ പേർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. അസർ നമസ്കാരത്തെ സമയമായി. വുളൂ ചെയ്യാൻ വെള്ളമില്ലാതെ കയ്യിൽ സൂക്ഷിച്ചിരുന്നതെല്ലാം തിരയുകയും ചെയ്തു. അവസാനം പലയിടത്തും തിരഞ്ഞന്വേഷിച്ചു, വെള്ളം ലഭിച്ചില്ല. ഒരു സഹാബിയുടെ കൈവശം മാത്രം അല്പം വെള്ളമുണ്ടായിരുന്നു. സഹാബി പറയുക, അതാ പറഞ്ഞ പാത്രം കൊണ്ടുവന്നു, അതിനകത്ത് അല്പം വെള്ളമുണ്ടായിരുന്നു എന്ന് മറ്റൊരു ഹദീസ്. ഒരൽപ്പം വെള്ളമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. ആ പാത്രം തൻ്റെ പവിത്രമായ കൈ അങ്ങോട്ട് വെച്ചു. അതിനകത്ത് അത്ഭുതം സംഭവിക്കുകയാണ്. വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുകയാ. അതിൽ നിന്ന് സ്വഹാബികൾ വുളുവെടുത്തു എന്ന് മറ്റൊരു ഹദീസ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിയുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്ന ആ അമാനുഷികമായ സംഭവം മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്തിനേക്കാൾ വമ്പിച്ചതാകുന്നു. മൂസാ നബിക്ക് ഉണ്ടായിരുന്ന കയ്യിലൊരു വടി, അല്ലേ? മൂസാ നബിയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നില്ലേ? മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു മൂസാ നബിയോട് പറഞ്ഞു, അടിക്കാൻ. പാറയിലടിച്ചു, വെള്ളം വന്നില്ലേ? കയ്യിലിരുന്ന വടി കൊണ്ട് പാറയിലടിച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയുടെ വിരലിനകത്തുനിന്ന് വെള്ളം വന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ പഠിക്കണം, മുത്തുനബി ആരാ? പഠിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, അബൂജഹലിനെ അറിയോ? അബൂജഹലിനെ അറിയോ? അബൂജഹലിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ നബിദിനൊക്കെ കടന്നു വരുമ്പോൾ വിമർശിക്കുന്നവരൊക്കെ കേൾക്കണം, ഇതൊക്കെ എന്തിനാ, ഇപ്പം ആവശ്യമില്ല എന്നൊക്കെ പറയുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം നിങ്ങൾ പഠിക്കണം. അബൂജഹൽ നരകത്തിലാണ്. അബൂജഹൽ നരകത്തിലാണ്. പക്ഷെ അബൂജഹലിന് നരകത്തിൽ ഒരേ ഒരു ദിവസം മാത്രം അല്പം കാരുണ്യമുണ്ട്, കരുണയുണ്ട്. അബൂജഹൽ നരകത്തിലാണ് കിടക്കുന്നതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂജഹലിനോട് ഒരു ദിവസം, തിങ്കളാഴ്ച ദിവസം മാത്രം അല്പം കരുണ കാണിക്കും. എന്തുകൊണ്ടെന്നറിയും? എന്തുകൊണ്ടാ? പറ മനുഷ്യ, എന്തുകൊണ്ടാ? പഠിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അബൂജഹലിനോടൊരു കരുണ കാണിക്കാനുള്ള കാരണം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന് ഒരു അടിമ പെണ്ണ് വന്നിട്ട് നബി അബൂജഹലിനോട് പറയാ. മുത്തി നബി ജനിച്ച വാർത്ത ഒരു അടിമ പെണ്ണ് വന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷത്തിന്റെ പേരിൽ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സന്തോഷത്തിന്റെ പേരിൽ ആ അടിമയെ പെണ്ണിനെ മോചിപ്പിച്ചു വെറുതെ വിട്ടുകളഞ്ഞു. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തെ ആദരിച്ചതിന്റെ പേരിൽ അവൻ അള്ളാഹു നരകത്തിൽ അന്നത്തെ ദിവസം മാത്രം അല്പം കരുണ, അന്നത്തെ ആ ഒരു ദിവസം മാത്രം അവന് കൈയുടെ വിരലിനിടയിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളം കിട്ടുമെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കാം. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു എന്ന് വന്നു പറഞ്ഞപ്പോൾ ആ പറഞ്ഞ അടിമ പെണ്ണിനെ, നിന്നെ ഞാൻ ആ സന്തോഷം പറഞ്ഞതല്ലേ, ഈ സന്തോഷത്തിൽ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ ഇന്ന് മുതൽ സ്വതന്ത്രയാ എന്ന് പറഞ്ഞു വിട്ടു. ആ ഒറ്റ നന്മയ്ക്ക്, ആ ഒരു സന്തോഷത്തിന് അള്ളാഹു ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഓർമ്മ വെച്ച കാലം മുതൽ റബീഉൽ അവ്വൽ വരുമ്പോൾ ആ മുത്തുനബിയെ, ആ ജന്മദിനം വരുമ്പോൾ ആ മുത്തുനബി ജനിച്ച ദിവസത്തിൽ സന്തോഷിക്കുന്ന ആ മാസത്തെ ആദരിക്കണം നമുക്കെന്ത് പ്രതിഫലമായിരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാ ഇതൊക്കെയാ പഠിക്കേണ്ടത്. ഇത് മനസ്സിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് മുത്തുനബിയെക്കുറിച്ച് പറഞ്ഞ നിങ്ങൾക്ക് കയ്യും കാലും വിറയ്ക്കണേ. ഈ സ്നേഹം വരുമ്പോഴേ ആരെങ്കിലൊക്കെ മുത്തുനബി എന്തെങ്കിലും പറയുമ്പോൾ നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത, പെട്ടെന്ന് വൈലൻ്റ് ആകുന്നേ, കണ്ണ് നിറഞ്ഞു പോകുന്നത് ആ സ്നേഹം ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദ് ഇങ്ങനെ അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി, ഇങ്ങനെ പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥമെന്നും കൂടെ നോക്കണം നിങ്ങൾ. ആ മൗലിദിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വരികളും അല്ലാഹുവേ എന്താ ഒരു എന്ത് മനോഹരമെന്നറിയോ. അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ഈ മൗലിദൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ ചുമ്മാ ഇരുന്നാൽ പോരാ, എന്താ അതിനകത്ത് പറയണമെന്ന് എങ്ങനെ നമുക്ക് വിമർശിക്കാൻ തോന്നുന്നു. ഇതിനൊക്കെ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കുമ്പോൾ അൽഹംദുലില്ലാഹ് വല്ലാത്ത അർത്ഥങ്ങളാ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ രണ്ടാമത്തെ മുഅ്ജിസത്ത്, കൈയുടെ വിരലിൻ്റെ ഇടയിൽ നിന്ന് വെള്ളം വരികയും ആ വെള്ളത്തിൽ സ്വഹാബികൾ ഒതുവെടുത്ത് നിസ്കരിക്കുകയും ചെയ്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ അള്ളാഹു കൊടുത്തിരുന്ന വടി, ആ വടി വെള്ളത്തിനായി കല്ലിലടിക്കുവാൻ കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ കല്ലിലടിച്ചപ്പോൾ കല്ലിൽ നിന്ന് ഉറവ പൊട്ടി വരികയും ചെയ്തു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൈയുടെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നു എന്നുള്ള മുഅ്ജിസത്ത് നമ്മൾ പഠിച്ചവരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രവാചകന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ മുഅ്ജിസത്തായിരുന്നു പ്രവാചകന്റെ കൈയുടെ ഇടയിലൂടെ വിരലിന്റെ അടിയിലൂടെ ഇങ്ങനെ വെള്ളമൊഴുകി വന്നത്. മൂന്നാമത്തെ മുഅ്ജിസത്ത് എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മനീരുണ്ടല്ലോ, പ്രവാചകന്റെ വായ്ക്കകത്ത് നിന്ന് കിടക്കുന്ന ഉമ്മനീരുണ്ടല്ലോ, അവിടുത്തെ വിയർപ്പുണ്ടല്ലോ, അവിടുത്തെ വിയർപ്പിലും ശരീരത്തിലും ബറക്കത്തുണ്ടായിരുന്നു. സ്വഹാബ പഠിക്കണം സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ ഉമ്മനീരുണ്ടല്ലോ, എന്തൊരു ബറക്കത്തായിരുന്നെന്നറിയുമോ, എന്തൊരു ബറക്കത്തായിരുന്നെന്നറിയുമോ. അല്ലാഹുവേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മനീരും വിയർപ്പും ശരീരവും തുടങ്ങിയവയിൽ നിന്ന് അല്ലാഹു ബർക്കത്തും ശിഫാവും അല്ലാഹുവിന്റെ റസൂലിന് അവിടുന്ന് കൊടുത്തിരുന്നു. അവിടുത്തെ വിയർപ്പുണ്ടല്ലോ, പടച്ചവനെ രോഗമാണെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ഉമ്മനീര് മതിയായിരുന്നു, ആ ശരീരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു തുള്ളി വിയർപ്പ് മതിയായിരുന്നു. ആ പ്രവാചകനൊന്ന് കൈകൊണ്ട് തലോടിയാ മതിയായിരുന്നു, അത് ശിഫായിരുന്നു, അത് ശിഫായിരുന്നു. അല്ലാഹുവേ, ഈമാൻ നൽകണേ അല്ലാ. അതുകൊണ്ടാ പഴയ ആൾക്കാരൊക്കെ നമുക്കറിയാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മധുരം കൊടുക്കുന്നതാരാ? ആരാ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ, ആരാ? സഹാബത്തിന്റെ കാലത്ത് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകും. പ്രവാചകൻ വായിക്കകത്ത്
കാരയ്ക്ക വെച്ച് ചവച്ചരച്ചിട്ട് അത് കൈകൊണ്ടെടുത്ത് മധുരം കൊടുക്കുമായിരുന്നു. ഇന്നോ നീ അങ്ങനെ കൊടുക്കുവാണ്? അറിയാം, മധുരം കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാറുണ്ട്. എങ്ങനെ? സ്വർണം തേനിനകത്ത് മുക്കിയിട്ട് നാക്കി തൊട്ട് കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അങ്ങനെ നാവിൽ തൊട്ട് കൊടുക്കും. അൽഹംദുലില്ലാഹ്. ഉമ്മുനീര് നോ അങ്ങനെ ചവച്ചരച്ച് കൊടുക്കാം. വാപ്പ തന്നെ തല്ലും. ഏത് വാപ്പ കട്ടമ്പിടിയും വലിച്ചു നടക്കണ വാപ്പയാ? മുറുക്കാനും മുറുക്കി നടക്കുന്ന ശമ്പവും തുളസിയും എല്ലാം കൂടെ ചുരുട്ടി അവിടെ ഇവിടെയും വെക്കുന്ന വാപ്പ വായിക്കകത്തിട്ട് ചവച്ചരച്ച് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്ക്. പിന്നെന്തിനാ ഈ സ്വർണത്തിനകത്ത് കൊടുക്കണേ? എന്താ അതാ എനിക്കും തിരിയാത്ത. ഞാൻ 3-4 കാണുക. അങ്ങനെ സ്വർണത്തിനകത്ത് വീട് വെക്കുമ്പോൾ കട്ടലടി സ്വർണം വെക്കണല്ലേ, കല്ലിനടി സ്വർണം വെക്കും ഇല്ലേ? അത് പോയി എത്രനെ ഞാൻ ചിന്തിക്കാറുണ്ട്. പഠിച്ചോനെ എന്തിനാ സ്വർണം കൊണ്ടായി കട്ടക്കടി വെക്കണത്? അതിനകത്ത് എന്തെങ്കിലും കാണുമായിരിക്കും. ഞാൻ പണ്ടൊരു കന്നിമൂലയെ കുറിച്ച് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ചീത്തവിളി കേട്ടോണ്ടിരിക്കുക. കന്നിമൂല ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സത്യത്തിൽ പ്രസംഗത്തിനകത്ത് ക്ലിപ്പിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കന്നിമൂലയെ കുറിച്ച് പ്രസംഗിച്ചു. ചിലർക്ക് കന്നിമൂല മാത്രമേ ഉള്ളൂ. എന്ത് ചോദിച്ചാലും പറയും കന്നിമൂല ശരിയല്ല, അതുകൊണ്ടാണ്. അങ്ങനല്ല, കന്നിമൂല ഇല്ല എന്നല്ല. പരിശുദ്ധമായ കഅബാലയത്തിന് പോലും കന്നിമൂലയുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ കഅബയ്ക്ക് പോലും കന്നിമൂലയുണ്ട്. അപ്പൊ അതിന്റെ കണക്കുകളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ എന്ത് നോക്കിയാലും കന്നിമൂലയെ പിടിക്കല്ലെന്ന് ഞാൻ പറഞ്ഞു. വീടിന്റെ കന്നിമൂല ശരിയല്ല, അതുകൊണ്ടാ എന്ന് പറയുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അടുത്തതും കൂടെ വയ്യ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അതങ്ങനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെ അവിടെ നിന്ന് മധുരം കൊടുക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളിയുണ്ടല്ലോ, അത് ശിഫായിരുന്നു. അതൊരു ബറക്കത്തായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാ ഉസ്താദന്മാരെ കാണുമ്പോ കൊച്ചുകുട്ടികളെ കൊണ്ടുവന്നിട്ട് പറയും, ഉസ്താദ് കുഞ്ഞിന്റെ തലയിലൊന്ന് കൈയൊന്ന് വെച്ച് തലോട് ഉസ്താദ്. തങ്ങന്മാരെ കാണുമ്പോ, സയ്യിദന്മാരെ കാണുമ്പോ, 5 നേരം നിസ്കരിക്കുന്ന പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോ പൊന്നാര മക്കളെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തിയിട്ട് പറയും, ആ കൈ കൊണ്ടൊന്ന് തലയിലൊന്ന് തടകുമോ? വെറുതെയല്ല. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശികൾ. അതുകൊണ്ടാണ് അവർക്ക് പോലും ഇത്ര ബഹുമാനമുണ്ടെങ്കിൽ അവരൊന്ന് തലയിൽ കൈവച്ച് തലോടുമ്പോ അല്ലാഹുവേ അതിനെ പോലും ബഹുമാനിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലെങ്ങാണമൊന്ന് കൈവച്ച് തടകിയാ ശിഫയാ സഹോദരാ, മുത്തുനബിയുടെ വിയർപ്പ് തുള്ളി മതിയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ് തുള്ളി മതിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധമേതെന്നറിയുമോ? അല്ലാഹുവേ, ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധമേതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളിയാ. എത്രയോ ചരിത്രങ്ങൾ പഠിച്ചവരാണ്, പഠിച്ചവരാ. അൻ യസീദ് ഇബ്നു അബീ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഖാല റഅയ്തു അസറ ലർബതൻ ഫീ സാകി സലമത ഫഖുൽതു യാ അബാ മുസ്ലിം മാ ഹാദിഹി ലർബതു ഹദാ മാഹ. അവിടെന്ന് പറയുന്നു, മാ ഹാദിഹി ലർബതു ഖാല ഹാദിഹി ലർബതു അസ്വാബതനി യൗമു ഖൈബറാ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അറിയണോ സഹോദരാ? യസീദ് ഇബ്നു അബീ ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദ്ദേഹം പറയുന്നു, സലമയുടെ കാലിൽ വെട്ടുകൊള്ളുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം അറിയണമെങ്കിൽ, ആ കൈയുടെ ശിഫ അറിയണമെങ്കിൽ, ആ കൈയുടെ ബർക്കത്ത് അറിയണമെങ്കിൽ, അല്ലാഹുവേ എന്റെ
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യസീദ് ഇബ്നു അബീ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അബൂ സലമയുടെ ചരിത്രമാണ് പറയുന്നത്. അബൂ സലമയുടെ ചരിത്രമാണ് പറയുന്നത്. അതാ കാലിൽ വെട്ടുകൊണ്ട് അടയാളം കാണുകയാണ്. അബൂ സലമയുടെ കാലില് ഒരു വെട്ടുകൊണ്ട് അടയാളം കാണുകയാണ്. വാളുകൊണ്ട് വെട്ടിയിരിക്കുന്ന അടയാളം കാണുകയാണ്. പടച്ചവനെ, അവിടുന്ന് ചോദിക്കുകയാ, അല്ലയോ അബൂ മുസ്ലിം, അല്ലയോ അബൂ മുസ്ലിം, എന്താണ് ഈ വെട്ട്? കാലിലൊരു വെട്ട് കാണുന്നല്ലോ, എന്താണ് പടച്ചവന്? അവിടുന്ന് ചോദിക്കുകയാ. ആ സമയത്ത് ആ സ്വഹാബി പറയുകയാ, ഖൈബറിന്റെ യുദ്ധ ദിവസം എനിക്ക് ഏറ്റപ്പെട്ട ഖൈബറിന്റെ രണാങ്കണത്തില് ശത്രുക്കളോട് പോരാടുമ്പോ ആ യുദ്ധക്കളത്തിൽ വെച്ച് ഒരു ശത്രുവന്റെ കാലിൽ വെട്ടിയ പാടാട് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ടോ ജനങ്ങളെ വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ജനങ്ങളോട് വിളിച്ചു പറയുകയാ, തന്റെ കാലിൽ കണ്ടിരുന്ന വെട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോ, ഇത് ഖൈബറിന്റെ യുദ്ധരണാങ്കണത്തിൽ വെച്ചൊരു ശത്രു എന്നെ വെട്ടിയതാണ്. എന്നിട്ട് മഹാനവറുകൾ അവിടുന്ന് വിളിച്ചു പറയുകയാ. എന്തേ പറഞ്ഞതെന്നറിയുമോ? സലമയ്ക്ക് വെട്ടേറ്റിരിക്കുന്നു. യുദ്ധക്കളത്തിൽ വെട്ടുകൊണ്ട് കിടക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, സലമയ്ക്ക് വെട്ടുകൊണ്ടിരിക്കുകയാണ്, സലമയുടെ കാലിന് വെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അങ്ങനെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. വെട്ടുകൊണ്ട കാലുമായിട്ട് നടക്കാൻ കഴിയാതെ വേച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കടന്നു പോവുകയാ. പഠിക്ക് മുസ്ലിമേ, നിന്റെ മുത്തുനബി ആരാ? നമ്മുടെ മുത്തുനബിയുടെ മഹത്വം എന്താ? പടച്ചവനെ, ഖൈബറിന്റെ രണാങ്കണത്തിൽ ശത്രുവിന്റെ വെട്ടുകൊണ്ട് കാലിലൂടെ രക്തമൊലിച്ച് നടക്കാൻ കഴിയാതെ വേച്ചുകൊണ്ട് അതാ സലമ മുത്തുനബിയുടെ ചാരത്തു ചെല്ലുമ്പോ 3 തവണയൊന്ന് ഊതുകയാ. ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ കാരുണ്യത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ പടച്ച റബ്ബ്, ആ പ്രവാചകനതാ കാല് വെട്ടുകൊണ്ട് രക്തമൊലിപ്പിച്ചുകൊണ്ട് ചാരത്തേക്ക് കടന്നു വന്ന സ്വഹാബിയുടെ കാലില് 3 പ്രാവശ്യം അവിടെ നിന്ന് ഊതുകയാണ്. ആ ശറഫാക്കപ്പെട്ട വാഗുണ്ട് റസൂലുള്ള വന്ന് ഊതുകയാ. അബൂ സലമ പറയുകയാ, ഈ നിമിഷം വരെ എനിക്കൊരു പ്രയാസമുണ്ടായിട്ടില്ല. വിട്ടുകൊണ്ട കാലിലും മരുന്ന് ചെയ്തില്ല, സ്റ്റിച്ചിട്ടില്ല, ബാൻഡേജ് ചുറ്റിയില്ല. അല്ലാഹുവിന്റെ റസൂൽ, എന്റെ മുത്തുനബിയുണ്ടല്ലോ, 3 പ്രാവശ്യം എന്റെ ഈ മുറിഞ്ഞ കാലിലേക്ക് ഒന്ന് ഊതി സഹാബ, എന്റെ കാലിലൊന്ന് ഊതി സഹാബ. ഈ നിമിഷം വരെ ഇതുകൊണ്ട് എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകനൊന്ന് ഊതിയപ്പോ വെട്ടിമുറിച്ച കാലുണ്ടല്ലോ, അതാ വെട്ടുകൊണ്ട കാലുണ്ടല്ലോ, അവിടുന്ന് ശിഫയാകുകയാ. അവിടത്തെ പ്രയാസം മാറുകയാ, അവിടത്തെ ബുദ്ധിമുട്ട് മാറുകയാ, നടക്കാനുള്ള ആരോഗ്യം കിട്ടുകയാ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാ, അത് പ്രവാചകന്റെ ഒരു മുഅ്ജിസത്താ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെട്ടുകൊണ്ട് മുറിഞ്ഞ കാലിലൊന്ന് ഊതിയപ്പോ ആ മുറിവം ഉണങ്ങിപ്പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. അനസ് ബിൻ മാലിക് തങ്ങൾ പറയുകയാ, ബുഖാരിയിലുണ്ട് ഈ ഹദീസ്, ബുഖാരി മുസ്ലിം ഈ 2 ഗ്രന്ഥങ്ങൾ മാത്രമേ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന ഹദീസ് ഞാൻ കാണിച്ചു തരാം. ഈ പറഞ്ഞ സംശയം ആരുടെങ്കിലും പോയി പറഞ്ഞാൽ ഇതൊന്നും ചുമ്മാതാന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവനും വിശ്വസിക്കുന്നുണ്ട് ഈ കിതാബില്, അവനും വിശ്വാസമാ ബുഖാരി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖൈബർ യുദ്ധത്തിൽ വെട്ടുകൊണ്ട് കാലും മുറിഞ്ഞിട്ട് നടക്കാൻ കഴിയാതെ മുത്തി നബിയുടെ മുന്നിൽ വന്നപ്പോ അങ്ങോട്ട് വെള്ളവും മരുന്നൊന്നും തെച്ചില്ല, 3 പ്രാവശ്യവും നൂതി. അതാ ഇന്നൊക്കെ ചരട് കിട്ടുന്നവരൊക്കെ ഊതണേ വെള്ളത്തിലൊക്കെ ഇല്ലേപ്പാ. വെള്ളം ഊതുമ്പോ എത്ര പ്രാവശ്യം ഊതണേ? വെള്ളമൊക്കെ ഊതിത്തരാൻ പറയുമ്പോ എത്ര പ്രാവശ്യം ഊതണേ? 3 പ്രാവശ്യം. തെളിവ് കിട്ടിയോ? തെളിവ് കിട്ടിയോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറ സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, മഹാനവറുകൾ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സുലൈമിന്റെ വീട്ടിൽ ചെല്ലാറുണ്ടായിരുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലാറുണ്ടായിരുന്നു. അവർ അവിടെ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കിടന്നുറങ്ങും. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പ്രവാചകൻ പോകാറുണ്ട്. ഉമ്മു സുലൈം ഇല്ലാത്ത സമയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീടിനകത്ത് കിടന്നുറങ്ങും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം അവിടെ നിന്ന് വരികയും ഉമ്മു സുലൈമിന്റെ വിരിപ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് പഠിക്കടാ മക്കളെ. വളർന്നു വരുന്ന യുവതലമുറ, അല്ലാഹുവേ മുത്തുനബി ആരാണെന്ന് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ ആരെന്ന് ചോദിച്ചാ പറഞ്ഞു കൊടുക്കാറ്. എന്റെ ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട് കൊച്ചുമക്കളെ മടിയിൽ കിടത്തി ഉറക്കുമ്പോ ഒരു കഥ പറഞ്ഞതാ ഉമ്മ, ഒരു കഥ പറഞ്ഞതാ ബാപ്പാ. കൊച്ചുമക്കള് ചോദിക്കുമ്പോ അതാ സൂപ്പർമാന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കള്ള കഥകളെ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പല ഉമ്മമാരും പറയും പണ്ടൊരിടത്തൊരു കാക്കയുണ്ടായിരുന്നു, പൂച്ചയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കഥ പറഞ്ഞു കൊടുക്കുന്ന ഉമ്മ, നിനക്ക് പറയാറ് പിഞ്ചുമക്കളുടെ ഹൃദയത്തിലേക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ചരിത്രമാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടില് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നു. അവിടെ ഇങ്ങനെ വിരിപ്പിന്റെ അകത്ത് കിടക്കുകയാണ്. റസൂലുള്ളാഹി ഇങ്ങനെ കിടന്നു ഉറങ്ങുകയാണ്. അല്ലാഹുവേ, നബി ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടു. അതാ ശരീരത്തിൽ നിന്നിങ്ങനെ വിയർപ്പൊഴുകുകയാണ്. ഉമ്മു സുലൈം ഇങ്ങനെ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയാ. ഉണർന്നു നോക്കുമ്പോ കയ്യിലൊരു കുപ്പിയുമായിട്ട് ഉമ്മു സുലൈം ഇങ്ങനെ നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോ ശബ്ദം കേട്ട പ്രവാചകന്, ഉമ്മു സുലൈമിന്റെ വീടിന്റെ അകത്ത് വിരിപ്പിനകത്ത് കിടക്കുന്ന പ്രവാചകൻ അവിടെ നിന്ന് ഞെട്ടി ഉണരുകയാ. റസൂലുള്ളാഹി നോക്കുമ്പോ ഉമ്മു സുലൈം ഒരു കുപ്പിയുമായി നിൽക്കുകയാണ്. ഉമ്മു സുലൈം ഒരു കുപ്പിയുമായി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമ്മു സുലൈം എന്തേ ഇങ്ങനെ നിൽക്കുന്നത്? എന്തേ ഇങ്ങനെ നിൽക്കുന്നത്? യാ റസൂലല്ലാഹ്, ബറക്കത്തക യാ റസൂലല്ലാഹ്, ബറക്കത്തെടുക്കുകയാണ് നബിയേ.
ബർക്കത്തെടുക്കുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പിന്റെ തുള്ളികളുണ്ടല്ലോ, ഉമ്മു സുലൈം ഇങ്ങനെ കുപ്പിയിൽ പിടിക്കുകയാണ്. മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പാടല്ലോ കുപ്പിയിൽ ഇങ്ങനെ നിറയ്ക്കുകയാ, കുപ്പിയിൽ ഇങ്ങനെ നിറയ്ക്കുകയാ. എന്തേ ഉമ്മു സുലൈമേ, എന്തേ ഉമ്മു സുലൈമേ, യാ റസൂലല്ലാഹ് ബർക്കത്തെടുക്കുകയാണ് നബിയേ. എന്തിനെന്നറിയോ? എന്റെ മക്കൾക്ക് രോഗം വന്നാൽ, എന്റെ പൊന്നുമക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാ മരുന്നീ വിയർപ്പാട് നബിയേ. എന്റെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഈ മരുന്നാ കൊടുക്കുന്നത്, അങ്ങയുടെ വിയർപ്പാണ്, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വീഴുന്ന വിയർപ്പ് തുള്ളികളാണ്. എന്റെ പൊന്നാര മക്കൾക്ക് പനി വന്നാ, അവർക്ക് എന്തെങ്കിലും രോഗം വന്നാ അവർക്ക് കൊടുക്കുന്ന ഔഷധമിതാണ് നബിയേ. അവർക്ക് കൊടുക്കുന്ന ഔഷധമാണ്, അവർക്ക് കൊടുക്കുന്ന മരുന്നാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്നിട്ട് പറയുന്നു നബിയേ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധമുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ സുഗന്ധം ഈ വിയർപ്പ് തുള്ളിയാണ് നബിയേ എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല പറയുമ്പോ, പഠിക്കു സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികള് അതായിരുന്നു ഉമ്മു സുലൈമിന്റെ മക്കളുടെ മരുന്നുകള്. ഏത് രോഗത്തിനുമുള്ള മരുന്നാ, ഏത് രോഗത്തിനുമുള്ള മരുന്നാ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പലരും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് പറഞ്ഞ് ചികിത്സിക്കുന്നത്. മുത്തുനബിയുടെ മൗലിദ് ഓതിയിട്ട്, അവിടത്തെ ബുർദ ഓതിയിട്ട്, അവിടേക്ക് സ്വലാത്തുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് വെള്ളത്തിൽ ഊതി കുടിക്കുന്നതിന്റെ കാരണമറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വീണ വിയർപ്പ് തുള്ളി പോലും അവിടുന്ന് മരുന്നായി ഉപയോഗിച്ചെങ്കിൽ ആ പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ പറഞ്ഞ് വെള്ളത്തിലൂതിയിട്ട് കുടിക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, പഠിക്കണം സഹോദരാ, പഠിക്കണം സഹോദരാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല പറയുകയാ, ഞങ്ങളുടെ വീട്ടിലെ സുഗന്ധമിതാണ് നബിയേ. അങ്ങയുടെ വിയർപ്പിനേക്കാൾ സുഗന്ധം മറ്റേതിനാവുള്ളത്? അങ്ങയുടെ വിയർപ്പിനേക്കാൾ സുഗന്ധമുള്ള എന്താണ് ഈ ദുനിയാവിലുള്ളത്? യാ റസൂലല്ലാഹ്, ഇതെന്റെ വീടിന്റെ ബർക്കത്താ, അത് വീടിന്റെ ബർക്കത്താ, അത് മുത്തുനബിയുടെ വിയർപ്പ് തുള്ളികൾ വീടിനകത്ത് കൊണ്ടുവച്ചിട്ടത് ബർക്കത്താണെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് തുള്ളി ഔഷധമായിരുന്നു, അതൊരു മരുന്നായിരുന്നു, അതൊരു ബർക്കത്തായിരുന്നു. പ്രവാചകനെന്ന് ഊതിയപ്പെടാട് മുറിഞ്ഞുപോയ കാല് രണ്ടും നേരെയായത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഊതുവെടുക്കുമ്പോ സ്വഹാബികൾ തിരക്കാ. മുത്തുനബി ഉളവെടുക്കാനിരിക്കുമ്പോൾ സ്വഹാബികളുടെ തിരക്കാട്. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ കഴുകുമ്പോ ആ കയ്യിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളൊന്ന് കോരിയെടുക്കാർ, പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികൾ എടുക്കാ സ്വഹാബികളുടെ തിരക്കാ. എന്തിനെന്നറിയുവോ? കുടിക്കാനാ. എന്തിനെന്നറിയുവോ? അവരുടെ രോഗങ്ങൾക്കുള്ള മരുന്നാ. ഒതുപെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് വല്ലാത്ത തിരക്കാ. എത്രയോ ചരിത്രമറിയാ. സ്വഹാബികൾ ചോദിക്കുമായിരുന്നു, നബിയേ
ഒരു തുള്ളി അങ്ങയുടെ ശരീരത്ത് നീ വീഴുന്ന വിയർപ്പ് തുള്ളി തരുവോ നബിയേ? എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂലാരാ? മുത്തുനബിയുടെ മുഅ്ജിസത്താ. മുത്തുനബി സാധാരണ ഒരു നബിയല്ല. ആ മുത്തുനബിയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് തരണേ അല്ലാ. അതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ദിനങ്ങൾ കിടക്കുകയാ. വേണ്ടവരോദട്ടെ, പറയേണ്ടവർ പറയട്ടെ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളിക്ക് പോലും പ്രവാചകൻ അവിടുന്ന് വുളുവെടുത്തിട്ട് തന്റെ ശരീരത്ത് താഴേക്ക് വീഴുന്ന വെള്ളത്തുള്ളിക്ക് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് തിരക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അബൂബക്കർ തങ്ങൾ മുതൽ തുടങ്ങുന്ന സ്വഹാബികൾ അതിനു വേണ്ടി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ജന്മദിനം കടന്നു വന്ന ദിനങ്ങളില് ആ പുണ്യ നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്ത അവിടുത്തെ സ്വലാത്ത് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ മുൻഗാമികൾ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മൗലിദ് പാരായണം ചെയ്യണേ, മുത്തുനബിയുടെ മദ്ഹ് പാടണേ, മുത്തുനബിയെ വാഴ്ത്തണേ, മുത്തുനബിയെ പുകഴ്ത്തണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് പറയണേ. പറഞ്ഞു കഴിഞ്ഞാൽ അതാ മാറാ രോഗങ്ങളുണ്ടല്ലോ, വിപത്തുകളുണ്ടല്ലോ, അതിൽ നിന്നുള്ള രക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഇന്റെ ദിനങ്ങൾ ഇങ്ങനെ വിട പറയുകയാണ്. അതുകൊണ്ട് സഹോദരാ, എത്രയാ നീ സ്വലാത്ത് പറഞ്ഞത്, എത്രയാ നീ മദ്ഹ് പറഞ്ഞത്, എത്ര സുന്നത്താണ് ജീവിതത്തിൽ ചെയ്തത്, എത്ര സലാമാണ് നീ മുത്തുനബിയോട് പറഞ്ഞത്, അതിനെക്കുറിച്ച് ചിന്തിക്ക്. ആ പ്രവാചക സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മനീര് പോലും അത് ഔഷധമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വിയർപ്പ് തുള്ളി പോലും അവിടുന്ന് സുഗന്ധമായിട്ട് ഉപയോഗിച്ചിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിങ്ങനെ ചിന്തിക്കണം. വലിയ വലിയ മക്ബറകളിലൊക്കെ പോകുമ്പോൾ, വലിയ മക്ബറകളിലൊക്കെ പോകുമ്പോൾ, ഏർവാടിയിലും മുത്തുപേട്ടയിലും എന്തിന് ഭീമാപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ ഒരു കിണറുണ്ട്, മരുന്ന് കിണർ. എത്ര പേരാ പോയി കുളിക്കണത്? എത്ര പേരാ പോയി വെള്ളം കോരി കുടിക്കണത്? മുത്തുപേട്ടയിൽ പോകുമ്പോൾ ദാവൂദ് ഹക്കീം വലിയുല്ലാഹി മഹാനവറുകൾ, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, മഹാനവറുകളുടെ മക്കാമിൽ പോകുമ്പോൾ അവിടെ ഒരു കുളവുണ്ട്. എത്ര പേരാ കുളിക്കണത്? ഈ വെള്ളമാണോ കുടിക്കണത്? വേറെ പണിയില്ലേടാ, ആണ് ഇതാ കുടിക്കണത്? അതാ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിന്തിക്കണം സഹോദര. നമുക്ക് ആവശ്യമുണ്ടേ പോയി കുടിച്ചാൽ മതി, അവർക്ക് ആവശ്യമൊന്നുമില്ല. മനസ്സിലാക്കേണ്ട എന്താ? എടാ, മുത്തുപേട്ടയിലും ഏർവാടിയിലും ഭീമാപ്പള്ളിയിലും അജ്മീറിലും നാഗൂറിലൊക്കെ പോയി പല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറയുമ്പോൾ ചിലന്ന് വെള്ളം തരും, ചിലയിടത്തുനിന്ന് തേൻ തരും. ഭീമാപ്പള്ളിക്ക് പോകുമ്പോൾ എണ്ണ കിട്ടും അല്ലേ? ചിലയിടത്ത് പോകുമ്പോൾ ചിലപ്പോൾ പൂക്കൾ തരും. കടുവാപ്പള്ളിയിലൊക്കെ പോയാൽ പഴവും പൂട്ടൊക്കെ. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും. എന്തിന്? ഞങ്ങളൊക്കെ എപ്പോഴും പോകാറുണ്ട്, ഞാനൊക്കെ എപ്പോഴും പോകും. കണ്ണൂര് കണ്ണവം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, കൂത്തുപറമ്പിനടുത്ത്. കണ്ണവം വെളുമ്പത്തുമക്കാം. അവിടെ ചെല്ലുമ്പോൾ ചുക്ക് കാപ്പിയ. തമാശല്ലുപ്പ. ഏത് രാത്രി പോയാലും എപ്പോൾ പോയാലും അവിടെ നിന്ന് ചുക്ക് കാപ്പി ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ എത്ര ഈ തൊണ്ടയൊക്കെ പ്രസംഗിച്ച് തൊണ്ട അടച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആ മക്കാമിൽ പോയിട്ട് ചുക്കാപ്പി കുടിക്കും. അവിടുത്തെ ബറക്കത്തതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടുത്തെ ഉറൂസ് പകല നടക്കണേ, കാട്ടില. വലിയ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പകലിലാണ് അവിടെ നടക്കുന്നത്. പോയിട്ടില്ലേ ഷാജൻ? പോയിട്ടില്ല. പോയി. അൽഹംദുലില്ലാ. നമ്മളന്ന് അവിടെ വീട്ടിൽ പോയപ്പോ ഇവിടെ പോയിട്ടുണ്ട്. വെളുമ്പത്ത് നിങ്ങൾ കുടിച്ചവരല്ലേ ചുക്കാപ്പി? നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ പുച്ഛം ചിലർക്ക്. ഇതൊക്കെ ചുമ്മാതെ ഉടായിപ്പടെ, നിനക്ക് വേണമെങ്കിൽ മതി, നമുക്ക് നിർബന്ധമൊന്നുമില്ല. അവിടെ കിടക്കണ മഹാന്, ഭീമാപ്പള്ളിയിൽ കിടക്കുന്ന ഭീമാ ഉമ്മായിക്ക് വല്ല നിർബന്ധമുണ്ടോ? പായിപ്പാട് കിടക്കണം, നീ അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന എണ്ണ കുടിക്കണം. നിനക്ക് വേണമെങ്കിൽ കുടിച്ചാൽ മതിയിടാ.
ഞാൻ പണ്ടൊരിക്കൽ അവിടെ പോയി, എനിക്ക് അറിയാത്തൊരു കാലത്ത്, ഇതിനെക്കുറിച്ച് വലിയ വിദ്യാഭ്യാസമോ വലിയ അറിവൊന്നും ഇല്ലാത്ത കാലത്തൊരിക്കൽ അവിടെ പോയപ്പോൾ, ഇന്ന് എനിക്കത് പറയുമ്പോൾ പേടിക്കാം. ഈ അടുത്ത് ഞാൻ ഈ കമ്മിറ്റിക്കാർ സ്ഥലം ഒരാളെടുത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയി, ഭീമപ്പള്ളി ഉറൂസിന് വന്നാണ്. ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ടും പോകണം. പണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ അന്നിങ്ങനെ വെളിച്ചെണ്ണ കയ്യിൽ ഒഴിച്ചു തരും. അപ്പം ഇങ്ങനെ, ഇതാണോ കുടിക്കണേ? ഞാൻ തന്നെ എന്ത് പറഞ്ഞു, ഇതാണോ കുടിക്കണേ? നിസ്സാരം പോലെ പറഞ്ഞിട്ട് തലയിൽ തേച്ചിട്ട് ഇറങ്ങിപ്പോയി. വീട്ടിൽ വന്ന് കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല, തലവേദന ഇങ്ങോട്ട് തുടങ്ങി. എന്തെല്ലാം കടിച്ചിട്ട് തലവേദന മാറണില്ല, എല്ലാം ബുദ്ധിമുട്ടി ഞാൻ. അപ്പോഴിങ്ങനെ ഓർമ്മ വന്നു, എന്താ പ്രശ്നം ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, തിരിച്ച് അവിടെ പോയിട്ട് ആ എണ്ണ കുടിച്ചിട്ട് ആ വേദന മാറിയ. ഇതിപ്പോൾ ലൈവ, വേണമെങ്കിൽ ഇതെടുത്തിട്ട് വേറെ കറാമത്തെന്ന് പറഞ്ഞ് അടിച്ചിടാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരപ്പെടുത്തരുതൊന്നും, അതെന്താണെങ്കിലും. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ തന്നെയാണ്. അള്ളാഹു നമുക്ക് അവരുടെ ബറക്കത്ത് കൊണ്ട് രക്ഷ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മുനീരിന് ഇത് പറയുമ്പോൾ പ്രവാചകൻ എന്താടാ ഒന്ന് ഊതിയപ്പോഴത്തേക്ക് ഏത് സ്റ്റിച്ചായിട്ടെന്ന് പറഞ്ഞാൽ കളിയാക്കാം. അവിടെ നിന്ന് മുറിവ് പറ്റിയ കാലില് ഒന്ന് ഊതി 3 പ്രാവശ്യം ഊതിയപ്പോൾ ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് പിന്നെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് സ്വഹാബി പറയുമ്പോൾ അത് വിശ്വസിക്കണം, നിഷേധിക്കലാവരുത്. ഇതൊക്കെ ചുമ്മാതാണെന്ന് പറയരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതായിരുന്നു മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരെണ്ണം കൂടെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാറ്റുകൊണ്ട് സഹായിക്കുകയാ. എന്തോ പുതിയ കാറ്റ് വരാൻ പോകുന്നു. എന്താ വരുന്നത്? ഓരോ കാറ്റ്, കൊടുങ്കാറ്റ് വരുമ്പോ ഓരോ പേരല്ലേ. മറിയം, എന്താ മറിയമോ? ഇതൊക്കെ മറിയം വന്നു പോയി, പിന്നെ വേറൊന്നും വന്നല്ലോ. എന്താ ഇപ്പൊ പുതിയ ഒരെണ്ണം വരുന്നുണ്ടല്ലോ, ദാവൂദോ? സൗദിയിൽ നിന്നെങ്ങാണ്ട പുതിയൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. അതിന്റെ പേരെന്തോ പറയുന്നത്? സൗദി പേരിട്ട കാറ്റിനെന്തോ ദാവൂദ്. ഇനിയപ്പോ ദാവൂദ് കൊടുങ്കാറ്റ് ജിഹാദ് ആകാതിരുന്നാ മതിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം, മാർക്ക് ജിഹാദും എല്ലാ ജിഹാദും വരുന്ന കാലമല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാറ്റുകൊണ്ട് സഹായം നൽകപ്പെട്ടിട്ടുണ്ട്. കാറ്റ് സ്വബാ എന്നാണ് അതിന് പറയുക. സ്വബാ എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നുസിർതു ബിസ്വബാ വഉഹ്ലികത ആദും ബിദ്ദബൂർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാറ്റുകൊണ്ട് എനിക്ക് സഹായം നൽകപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജവാദാണല്ലേ, ദാവൂദൊന്നും അല്ലട്ടാ പടച്ചവന്. ജവാദ് എന്ന സൗദി അറേബ്യ ഇപ്പം ആ കാറ്റിന് പേരിട്ടിരിക്കുന്നത്. വരാനുള്ളതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. നമുക്കെന്ത് കാറ്റും മഴയും. വെള്ളത്തിൽ മുങ്ങി മരിച്ച ഷഹീദിന്റെ കൂലിയുണ്ട്. വെള്ളത്തിൽ മുങ്ങി മരിച്ച കുറെ വെള്ളം കുടിച്ചതല്ലേ. 2018 കണ്ടല്ലായിരുന്നു വെള്ളപ്പൊക്കം. ഒക്കെ മറന്നുപോയി എല്ലാവരും. അള്ളാഹു കാക്കുമാറാകട്ടെ. വളങ്ങനെ കിട്ടിയ പഠിക്കൂല, ഇതൊക്കെ മറന്നുപോയില്ലേ. ഇതൊക്കെ മറന്നുപോയി. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മുസ്ലിം ഉണ്ടോ, ഹൈന്ദവനുണ്ടോ, ക്രിസ്ത്യാനിയുണ്ടോ, ജിഹാദുണ്ടോ, തൊപ്പിയുണ്ടോ, താടി ഒന്നുമില്ല. മനുഷ്യൻ ഉള്ളത് ഉടുത്തങ്ങോട്ട് കിടക്കും, കൊണ്ടു കൊടുക്കുന്ന അങ്ങനെ ഒരു കാലുണ്ടായിരുന്നു. പക്ഷെ പഠിച്ചില്ല നമ്മൾ. ഇതിൽ നിന്നൊന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ടില്ല. ഇനി എന്തൊക്കെയോ വലുത് വരാനുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് കാറ്റുകൊണ്ട് സഹായം നൽകപ്പെട്ടിട്ടുണ്ട്. സ്വഭാ എന്നാണ് അതിന്റെ പേര്. ദബൂർ എന്ന കാറ്റുകൊണ്ടാണ് ആദു സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. ഒരു കാറ്റ് മതി തീരാൻ. അതാ മനസ്സിലാക്കണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ. മഹാനായ ആദ് സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് ഒരൊറ്റ കാറ്റ് ഒന്നടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാറ്റുകൊണ്ട് പ്രവാചകനെ സഹായിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസിന്റെ കിതാബുകൾ നിങ്ങൾ തെരഞ്ഞു നോക്ക്. ജവാമിഉൽ കലിം നൽകപ്പെട്ടു മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജവാമിഉൽ കലിം, അനേകം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചുരുങ്ങിയ വാക്കുകൾ മാത്രമുള്ള സംസാരത്തിനാണ് ജവാമിഉൽ കലിം എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ വാതോരാതെ വഴുതു പറയത്തൊന്നുമില്ല, അല്പമേ പറയൂ, അതിനകത്ത് എല്ലാം ഉണ്ടാകും. അത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു നൽകപ്പെട്ടു എന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചുരുങ്ങിയ വാക്ക്. ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്തിനാ കൂടുതൽ പറയുക? 2 മണിക്കൂറും 5 ഇപ്പൊ ഉദാഹരണം, ഞാനിപ്പോ 1.5 മണിക്കൂർ പ്രസംഗിക്കും. ഒരു കഴിവുള്ള മനുഷ്യൻ 5 മിനിറ്റ് പ്രസംഗിച്ചാൽ മതി. ഈ 1.5 മണിക്കൂർ പറഞ്ഞൊക്കെ അതിനകത്ത് കാണും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരി തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 മണിക്കൂർ വഴുതു പറയാൻ, ഇപ്പൊ ഞാൻ നടന്നു പോകണേ, എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് സിറാജ് ഉസ്താദ് കയറി വഴുതു പറയാൻ പറഞ്ഞാൽ ഞാൻ കയറി നിന്ന് വഴുതു പറയും. 2 മണിക്കൂർ വഴുതു പറയാൻ പറഞ്ഞാൽ കയറി നിന്ന് ഇങ്ങനെ പറയും. പക്ഷേ പള്ളിയിൽ ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞാൽ പറ്റൂല. പള്ളിയിൽ ജുമാ പ്രസംഗം വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഈ 2 മണിക്കൂർ പറയുന്ന കാര്യം 15 മിനിറ്റ് പറയണം. ചുരുക്കി 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 വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുത്തിരുന്നു. അന്നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ബുഇസ്തു ബിജവാമിഇൽ കലിമീ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ജവാമിഉൽ കലിമ നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് മതിയായിരുന്നു എല്ലാവർക്കും. അള്ളാഹു അങ്ങനെയുള്ള ഒരു കഴിവ് കൊടുത്തിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലരുടെ സംസാരം അങ്ങനെയാ. ചില ആൾക്കാരുടെ സംസാരം കേട്ടാൽ നമ്മളങ്ങ് ഇരുന്നു പോകും, ഇല്ലേപ്പാ? ചില ആൾക്കാർ ഈ കൂടുതൽ അത് ഉപയോഗിക്കുന്നത് പറഞ്ഞു പറ്റിക്കാനാ. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരാൾ വരും, എന്തെങ്കിലും ഒരു വൃത്തിയായിട്ട് ഇങ്ങനെ വരും, എന്നിട്ട് വന്നിട്ട് അങ്ങോട്ട് പറയും. ആദ്യം പറയും, വേണ്ട 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 വേണ്ട, ഒന്നും പറയണ കേൾക്കി അങ്ങാതി, ഇതുകൊണ്ട് അങ്ങനെ ചെയ്യാം, ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. അങ്ങോട്ട് പറഞ്ഞു പഠിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കും. അത് അവന്റെ കഴിവ്, അതാണ് അവന്റെ കഴിവ്. ഇപ്പൊ ഒരു ചങ്ങാതി പഠിച്ചു, ഇന്നലെ ഞാൻ ആ ചങ്ങാതിയുടെ വീട് കണ്ട്. ടിപ്പു സുൽത്താന്റെ സിംഹാസനം, എൻ്റെ വീടിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ചങ്ങാതി ഈ സാധനം മുഴുവൻ ഈ ചങ്ങാതിക്ക് കൊടുത്തത്. ഞാൻ ഇന്നലെ അവൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഞാൻ ആലോചിച്ചു, എടാ ഈ കിടക്കണ അവിടെ ഇവിടെയും കിടക്കണ ആക്രി സാധനങ്ങളൊക്കെ പറക്കിയിട്ട് ഇത് പുരാവസ്തു ആണെന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ വിൽക്കാൻ വരുന്ന ഓൻ്റെ സംസാരം കണ്ട അതിനാ വീണുപോയ പലരും. ആ ഒരു സംസാരത്തിൻ്റെ അകത്ത് പറഞ്ഞങ്ങ് ഫലിപ്പിക്കുക. ഇത് ഈ കമ്പ് മൂസാ നബിയുടെ കമ്പാട്ടോ, പറഞ്ഞു പഠിപ്പിക്കുക. ഒരു വിളക്കെടുത്തിട്ട് കാണിക്കുക, ഇത് അടിയിൽ ഇങ്ങനെ തീവച്ച കത്ത്, ഇത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്തിച്ച പടച്ചവനെ നരിച്ചിക്കുക. യേശു ക്രിസ്തുവിൻ്റെ എന്തൊക്കെയുണ്ടായിരുന്ന ചങ്ങാതിയുടെ ഒന്ന് ആലോചിക്കുക സഹോദരങ്ങളെ. അപ്പൊ ഇതൊരു മനുഷ്യന്റെ കഴിവാണ്, പറഞ്ഞു ഫലിപ്പിക്കുക. ഒരാള് വേറെ ഒന്നുമില്ലെങ്കിലും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ചില ആൾക്കാർ പ്രസംഗിക്കണ ഏട്ടാ നിർത്തല്ലേ നിർത്തല്ലേ എന്ന് തോന്നും, അല്ലേ? ചില ആൾക്കാർ പ്രസംഗിക്കണ കേൾക്കുമ്പോൾ പടച്ച് നിർത്താൻ പോവാന്ന് പറയുമ്പോൾ ടെൻഷനാണ്. നമ്മളൊക്കെ പ്രസംഗിക്കുക, പണ്ടാരൊന്നും തീരണില്ലല്ലോ അല്ല, നിർത്തുന്നില്ലല്ലോ അല്ല. അങ്ങനെ അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ എപ്പോഴും ചിന്തിക്കും, ആര് ഫോൺ വിളിക്കുമ്പോഴും പറയും, എൻ്റെ പൊന്നുസ്താദ് നിങ്ങളുടെ പ്രസംഗം കേൾക്കാതെ ഞാൻ ഉറങ്ങില്ല, നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടാ ഞാൻ ഉറങ്ങണേന്ന്. അതിന് 2 അർത്ഥമുണ്ട്, അല്ലേ? ഞാൻ എപ്പോഴും ചിന്തിക്കും, നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടേ ഞാൻ ഉറങ്ങും, നിങ്ങളുടെ പ്രസംഗം കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറയുമ്പോൾ അതങ്ങട്ട് ചെവിയിലിട്ട് വെച്ചാൽ അറിയാതെ ഉറക്കം വരിക. അത് ഞാൻ ചിന്തിക്കും. എപ്പോൾ വിളിച്ചാലും ആൾക്കാർ കൂടുതൽ അങ്ങനെ പറയണത്. സാറിൻ്റെ എല്ലാ ദിവസത്തെ ക്ലാസ്സും ഞാൻ കേൾക്കും. അൽഹംദുലില്ലാഹ് നല്ലവരുണ്ട് കേട്ടാ. ഇന്നിപ്പോൾ പായിപ്പാട് ഒരു ഉമ്മായെ കാണാൻ പോയി. നിങ്ങളിങ്ങനെ വരുമ്പോൾ പിരിവിനിറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ഉമ്മായെ കാണാൻ പോയി. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മാർക്കറ്റിൽ ജോലി ചെയ്യണം. എന്താപ്പാ നമ്മുടെ ഷാജിയാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിൻ്റെ ഉമ്മ അൽഹംദുലില്ലാഹ് ഉമ്മയ്ക്ക് ഒട്ടും വയ്യ, സുഖമില്ല. ഒട്ടും സുഖമില്ലെങ്കിലും ഷാജിക്കാടെ വൈഫറുണ്ട്, എന്നും ഉസ്താദിന്റെ വഴുത് കേൾക്കും, എന്നും കേൾക്കും. എത്ര വയ്യെങ്കിലും മരുമോള് പറയുന്നു, നാളെ കേൾക്കാം, വേണ്ട ഇന്ന് എന്നെ കേൾക്കണം, വാശി. അൽഹംദുലില്ലാഹ് അള്ളാഹു ഉമ്മയ്ക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വഴുതിൻ്റെ സദസ്സിൽ ഇവിടെ വന്നിട്ട് വലിയ ഓഫറൊക്കെ അവരെങ്ങനെ അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി, അള്ളാഹു ഖബറിടം വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. മകൻ നമ്മുടെ പള്ളിക്ക് വേണ്ടി ലക്ഷങ്ങൾ. അപ്പം അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, അവരെ മുടക്കല്ല. ചിലരങ്ങനെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഇനി കാണുമ്പോൾ പറയണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ പള്ളിക്ക് വേണ്ടി മേടിക്കണം. അവിടെ പോയിട്ട് സത്യം പറഞ്ഞാൽ അവിടെ പോയി ഉമ്മാടുത്ത് സംസാരിച്ചിട്ട് മിണ്ടാ ഇറങ്ങി വന്ന് എന്തെങ്കിലും സദക്ക വാർപ്പിന് മേടിക്കാൻ വേണ്ടിയേ പോയി, അതങ്ങ് വിട്ടുപോയി. അൽഹംദുലില്ലാ, നല്ലൊരു ഉമ്മയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ അള്ളാഹു ദുനിയാവിലെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കഴിവായിരുന്നു, അല്ലാഹു കൊടുത്ത ഒരു മുഅ്ജിസത്ത്, ജവാമിഉൽ കലിം, ചുരുങ്ങിയ വാക്ക്, വലിയ ആശയം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് തൃപ്തരാകുമായിരുന്നു എല്ലാം. എല്ലാവരും അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ദുആ ചെയ്യാം. عن ابن عمر رضي الله تعالى عنهما كان النبي صلى الله عليه وسلم يخطب إلى جذع فلما اتخذ منبرا تحول إليه فحن الجذع فأتاه فمسح يده عليه. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഈന്തപ്പന തടിയുടെ മുകളിൽ ഇരുന്നാണ് ഖുതുബ നടത്തിക്കൊണ്ടിരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് ഖുതുബ ഓതുന്നത്. റസൂലുള്ളാഹി തങ്ങൾ അന്ന് വലിയ പള്ളിയൊന്നും ഇല്ലല്ലോ, അങ്ങനെ വളച്ചു കെട്ടിയ ചെറിയ പള്ളി, അങ്ങനെ ഒരു ഈന്തപ്പൻ. അന്ന് മെമ്പറൊന്നുമില്ല. അന്ന് മെമ്പറുണ്ടോ? ഇല്ല. ഇപ്പോഴാ മെമ്പറൊക്കെ അൽഹംദുലില്ലാ, നാളെ കാണാൻ മെമ്പർ കേട്ടോ, പള്ളിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു മെമ്പറും പണിതെന്ന് വിട്ടു പടച്ചവനെ പള്ളിക്കകത്ത്. പള്ളിയുടെ പണിയെല്ലാം തീർന്നു, പക്ഷെ മെമ്പർ അകത്ത് കയറ്റാൻ പറ്റണില്ല. അവസാനം ചങ്ങാതിയോട് വെച്ചോ പറഞ്ഞു, ഉസ്താദെ അത്താടെ പേരിലുണ്ടാക്കിയതാ, ഇടിക്കാൻ പറ്റില്ല, മെമ്പറിൽ തൊടരുത്. ഭാഷക പറഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, അത്താടെ ഒരു ആഗ്രഹമല്ലേ പള്ളിക്ക് കൊടുക്കാൻ. അവിടെ ചെന്നപ്പോൾ പള്ളിക്കകത്ത് കയറണമെങ്കിൽ മെമ്പർ പൊളിക്കണം. അവര് പറഞ്ഞു, ഉസ്താദെ വാതിൽ പൊളിക്കാൻ പറ്റില്ല, മെമ്പർ പൊളിക്കണം. അണ്ണൻ പറഞ്ഞു മെമ്പർ പൊളിക്കാൻ പറ്റത്തില്ല. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു വണ്ടി വരും, അതിനകത്ത് കയറ്റി വിട്ടേക്കാൻ. എന്തായാലും മെമ്പർ കയറ്റാൻ വേണ്ടി മതിൽ പൊളിച്ചിട്ട് അകത്ത് കയറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, സേഫായിട്ട് അവിടെ ഉണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഖുതുബ ഓതുക. അങ്ങനെ കുറച്ച് തടി കിട്ടി. കുറെ തടി കിട്ടി കഴിഞ്ഞപ്പോ സ്വഹാബികൾ ആ തടി കൊണ്ടൊരു മിമ്പർ ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് കൊടുക്കുകയും അങ്ങനെ ഒരു മിമ്പർ ഉണ്ടാക്കുകയും, അങ്ങനെ വെള്ളിയാഴ്ച ദിവസം മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പള്ളിയിലേക്ക് കടന്നു വന്നു. ആ മിമ്പർ സ്വീകരിക്കുകയും അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഖുതുബ തിരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മിമ്പറിന്റെ മിഹ്റാബിൽ വെച്ചിരിക്കുന്ന മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുതുബ തുടങ്ങുകയാണ്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, പ്രവാചകന് ഖുതുബ ഓതി നമസ്കരിക്കാൻ കൈകെട്ടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നമസ്കരിക്കാൻ കൈകെട്ടുകയാണ്. അവിടുന്ന് നമസ്കാരം കഴിഞ്ഞ് അത്തഹയ്യാത്തിലിരിക്കുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങൽ കേൾക്കുകയാ, ഒരു വല്ലാത്ത തേങ്ങൽ കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സലാം വീട്ടിയിട്ട് തിരിഞ്ഞു നോക്കുന്നു. ആരാ? അല്ലാഹ്. കരയുന്നതാരാ? ഈ മസ്ജിദുൻ നബവിക്കകത്തിരുന്ന് കരയുന്നതാരാ? സ്വഹാബികളുടെ മുഖത്ത് നോക്കുകയാണ്. അബൂബക്കർ തങ്ങളെ നോക്കി, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നോക്കി, ഉസ്മാൻ തങ്ങളെ നോക്കി, അലിയാർ തങ്ങളെ നോക്കി. ഓരോ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കുമ്പോഴും അവിടുന്ന് തേങ്ങല് കേൾക്കുന്നില്ല. ആരാണ് കരയുന്നതെന്ന് തിരിച്ചറിയുന്നില്ല. പടച്ചവനെ, മുത്തുനബി എഴുന്നേക്കുകയാ. കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് റസൂലുള്ള കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആരാണ് കരയുന്നത്? ആരാണ് കരയുന്നത്? ഈന്തപ്പന മരത്തിന്റെ കുട്ടി കരയുകയാണ്.
ഈന്തപ്പന മരത്തിന്റെ ചുവടുണ്ടല്ലോ, ഇന്നലെ വരെ പള്ളിയിലെ മിമ്പറാക്കി വെച്ചിരുന്ന ആ ഒരു മരക്കുറ്റിയിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു പുതിയ മിമ്പർ വന്നപ്പോ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞില്ലേ നബിയേ, ഇനി എന്റെ മുകളിൽ ഇരിക്കില്ലല്ലോ, എനിക്കാ സാമീപ്യം കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ ഒരു മരക്കുറ്റി പോലും കരഞ്ഞതെന്തിനാ സഹോദരാ? ഒരു മരക്കുറ്റിയാണ് കരയുന്നത്. ഇനി മുതൽ അങ്ങന്റെ മുകളിൽ ഇരിക്കില്ലല്ലോ, എന്നെ ഉപേക്ഷിച്ചോ നബിയേ, എന്നെ ഉപേക്ഷിച്ചോ നബിയേ. മരക്കുറ്റി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിന്റെ മുകളിൽ ഇങ്ങനെ കൈവെക്കുകയാ. തന്റെ സറഫാക്കപ്പെട്ട കൈയെടുത്തിട്ട് ആ ഈന്തപ്പന മരത്തിന്റെ കുറ്റിയുടെ മുകളിൽ വെച്ചിട്ട് അവിടുന്ന് സമാധാനിപ്പിക്കുകയാ. നിന്നെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ പള്ളിയുടെ വെളിയിൽ കൊണ്ട് കളയുമായിരുന്നല്ലോ, നിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ലല്ലോ. മരക്കുറ്റിയുടെ മുകളില് അവിടുന്ന് കൈവച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് തടവുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവര്, ആ മരക്കുറ്റിയുടെ തേങ്ങല് പോലും അല്ലാഹുവിന്റെ റസൂല് കേൾക്കുകയാണ്. ആ മരക്കുറ്റിയുടെ തേങ്ങല് പോലും കേൾക്കുകയാ. അവിടുന്ന് റസൂലുള്ള പറയുകയാ, അവിടുന്ന് റസൂലുള്ള പറയുകയാ. മറ്റൊരു ഹദീസിൽ കാണാം, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുമാ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂമു യൗമൽ ജുമുഅത്തി ഇലാ സജറത്തിൻ ഔ നഖലത്തിൻ ഫഖാലത് ഇംറഅതു മിനൽ അൻസാർ ഔ റജുലുൻ യാ റസൂലല്ലാഹ് അലാ നജഅലുക ലക മിൻബറാ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഈന്തപ്പന മരക്കുറ്റിയുടെ മുകളിലാണ് ഖുത്ബ ഓതിയത്. ഒരു അൻസാരിയായ പെണ്ണ് കുറച്ച് തടി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്നു. അതുകൊണ്ടൊരു മിമ്പർ പണിതു. അങ്ങനെ അവസാനം അല്ലാഹുവിന്റെ റസൂല് ജുമുഅ ഖുത്ബത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ഓതുകയാണ്. നമസ്കരിക്കുമ്പോ ഒരു വല്ലാത്ത തേങ്ങല് കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് സുമ്മ നസല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫളമ്മഹു ഇലൈഹി. റസൂലുള്ളാഹി തങ്ങൾ അതിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ചെറിയ കുട്ടി കരയുന്നത് പോലെ മരക്കുറ്റി ഇരുന്ന് തേങ്ങുകയാ, മരക്കുറ്റി ഇരുന്ന് കരയുകയാ. അതിനെ സമാധാനിപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ കൈകൊണ്ട് തലോടുകയാ. റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, ആ മരക്കുറ്റിയുടെ മുകളില്, ആ ഈന്തപ്പന മരത്തിന്റെ കുറ്റിയുടെ മുകളില് ഞാൻ കൈവച്ചിട്ട് സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാള് വരെ അതങ്ങനെ ഇരുന്ന് കരയുമായിരുന്നു സ്വഹാബാ. ഇന്നും നമ്മളൊക്കെ മദീനത്ത് പോകുമ്പോ കേൾക്കാമായിരുന്നു സഹോദരാ, പ്രവാചകൻ അവിടുന്ന് സമാധാനിപ്പിച്ചത് കൊണ്ടാ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമാധാനിപ്പിച്ചത് കൊണ്ടാണ് ആ കരച്ചല് പോലും തീർന്നതെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒരുപാട് റബീഉൽ അവ്വൽ കടന്നു വന്നല്ലോ. ഓർമ്മ വെച്ച കാലം മുതൽ റബീഉൽ അവ്വൽ 12 നീ നിന്റെ ജീവിതത്തിൽ എത്ര കടന്നുപോയി, എന്ത് നേടി സഹോദരാ, എന്ത് നേട്ടമാണ് നിനക്കുണ്ടായത്? അതുകൊണ്ട് സഹോദരാ, ഇത് അവസാന റബീഉൽ അവ്വലാണോ നമുക്കറിയില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. ആ ഒരു
ഈന്തപ്പന മരത്തിന്റെ കുട്ടികളുടെ പ്രേമമെങ്കിലും നമുക്ക് മുത്തി നബിയോട് വേണ്ടേ? അതിന്റെ ഒരു നാലിലൊന്നെങ്കിലും, അതിലൊരു നാലിലൊരംശമെങ്കിലും ആ ഒരു മരത്തിന് റസൂലുള്ളാഹി തങ്ങളോടുണ്ടായ സ്നേഹമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് തോന്നിയ ആ സ്നേഹത്തിന്റെ ഒരംശമെങ്കിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണ്ടേ മനുഷ്യ? അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കാതെ വന്നപ്പോ ഒരു മരക്കുറ്റി പോലും അവിടെ നിന്ന് കരഞ്ഞു പോയെങ്കില് നമ്മൾ മുത്തുനബിയുടെ പേരിൽ എത്ര സ്വലാത്താ പറഞ്ഞത്, എത്ര മദ്ഹുകളാ നമ്മൾ പാരായണം ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും മാറ്റം വരുത്തണം. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, എന്റെ പ്രിയപ്പെട്ടവര്, ഈ പാവപ്പെട്ടവനെ സ്നേഹിച്ചുകൊണ്ട്, ഈ പാവപ്പെട്ടവന്റെ പ്രവാസനത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വാട്സപ്പിന്റെ ഗ്രൂപ്പുകളിൽ കഴിയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്തെങ്കിലും ഒരു നേട്ടം വേണോ? ഈ ഗ്രൂപ്പിന്റെ അകത്തുകൂടെ പ്രഭാഷണം കേൾക്കുന്നവരോട് എന്തെങ്കിലും നമുക്കൊരു നേട്ടം വേണ്ട. അതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ അവസാന ദിനങ്ങൾ കടക്കുമ്പോ വാട്സപ്പിലുള്ള ഓരോ മനുഷ്യനും ഒരു 100 സ്വലാത്ത് വെച്ച് പറഞ്ഞാൽ ഒരു കുടുംബം പടച്ചവര്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒരു വീട്ടുകാര് മുഴുവനും 1,00,000 സ്വലാത്ത് പറയാ തീരുമാനിച്ച ഒരാള് പറയണമെന്ന് പറയുന്നില്ല. ഒരു കുടുംബത്തിലെ എല്ലാവരും ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ 1,00,000 സ്വലാത്ത് പറഞ്ഞ അവസാനം അല്ലാഹുവേ, ഈ പള്ളിയിലെ ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് മദീനയിലെ പച്ചക്കുപ്പയുടെ അടിയിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിലേക്ക് കോടാനി കോടി സ്വലാത്തുകൾ നമുക്ക് അവിടെ നിന്ന് ഹദിയ ചെയ്യാ. അതിനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിക്കോ.